നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അന്നമനട വെണ്ണൂരിൽ വാഹനാപകടം, 5 പേർക്ക് പരിക്ക്. വെണ്ണൂർപാടം സ്റ്റോപ്പിന് സമീപം ഇന്ന് ഉച്ചയോടെയാണ് അപകടം നടന്നത്. അന്നമനട മാള റൂട്ടിലോടുന്ന ശ്രീപാർവതി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മലവെള്ളപ്പാച്ചിലിൽ പാലപ്പിള്ളി കാരിക്കുളം ബ്രിട്ടീഷ് പാലത്തിനടിയിൽ കുടുങ്ങിയ വൻ മരങ്ങൾ നീക്കം ചെയ്തു. മുത്തച്ഛൻ സമ്മാനിച്ച നാണയത്തുട്ടുകൾ വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി മാള സ്വദേശിയായ 3ാം ക്ലാസ്സുകാരി. മേനാച്ചേരി സിജോ ജോൾസ്ന ദമ്പതികളുടെ മകൾ ക്ലമൻസ് റൈസൽ സിജോയാണ് വയനാട്ടിലെ തന്റെ കൂട്ടുകാർക്ക് സഹായം നൽകി മാതൃകയായത്. വാർത്തകൾ വിശദമായി. അന്നമനട വെണ്ണൂരിൽ വാഹനാപകടം, 5 പേർക്ക് പരിക്ക്. വെണ്ണൂർപാടം സ്റ്റോപ്പിന് സമീപം ഇന്ന് ഉച്ചയോടെയാണ് അപകടം നടന്നത്. അന്നമനട മാള റൂട്ടിലോടുന്ന ശ്രീപാർവതി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന കാറിന് സൈഡ് കൊടുക്കുന്നതിനിടെ ജൽജീവൻ പദ്ധതിക്കായി എടുത്ത കുഴിയിൽ ബസിന്റെ ടയറുകൾ താഴുകയായിരുന്നു. അപകടത്തിൽ ബസ് യാത്രക്കാരായ 5 പേർക്ക് പരിക്ക് പറ്റി. ഇവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മലവെള്ളപ്പാച്ചിലിൽ പാലപ്പിള്ളി കാരിക്കുളം ബ്രിട്ടീഷ് പാലത്തിനടിയിൽ കുടുങ്ങിയ വൻമരങ്ങൾ നീക്കം ചെയ്തു. കുറുമാലിപ്പുഴയുടെ നീരൊഴുക്കിന് തടസ്സമാകുന്ന വിധം തടഞ്ഞു നിന്ന മരങ്ങൾ 100 വർഷത്തിലേറെ പഴക്കമുള്ള പാലത്തിന് ബലക്ഷയം വരുത്തുമെന്ന ആശങ്കയുണ്ടായിരുന്നു. തോട്ടം വനമേഖലയിൽ ചിമ്മിനി മുതൽ പാലപ്പിള്ളി വരെയുള്ള ഭാഗത്ത് മരങ്ങൾ ഉൾപ്പെടെ നിരവധി മാലിന്യങ്ങൾ പുഴയിൽ വീഴുന്നത് പതിവാണ്. വരന്തരപ്പള്ളി മറ്റൂർ പഞ്ചായത്ത് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് തടസ്സങ്ങൾ നീക്കം ചെയ്തത്. KM ഹൈദർ, VP ഉസ്മാൻ, CA ബഷീർ, KC മുഹമ്മദ്, A സുബീഷ്, S കരീം, പിച്ചൻ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. പാലപ്പിള്ളി ചൊക്കന ഭാഗത്തേക്കുള്ള ഏക ആശ്രയമായ പാലത്തിന് സമീപം അപകടകരമായി നിൽക്കുന്ന വൻമരങ്ങൾ വെട്ടിമാറ്റുന്നതിന് ഇറിഗേഷൻ വനവകുപ്പുകൾ നടപടിയെടുക്കണമെന്നും പാലത്തിന്റെ ബലക്ഷയം പരിശോധിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ആനമല അന്തർ സംസ്ഥാന പാതയിൽ ഡെപ്യൂട്ടി തഹസീൽദാർ സഞ്ചരിച്ചിരുന്ന ജീപ്പിന് നേരെ കബാലിയുടെ ആക്രമണം. ഭാഗ്യം കൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടു. കഴിഞ്ഞ 4 ദിവസമായി കബാലി വാഹനങ്ങൾ വഴി തടയുന്നത് പതിവായിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രിയിൽ മലക്കപ്പാറ കപ്പായം കോളനിയിൽ പോയി തിരിച്ചു വരികയായിരുന്ന ഡെപ്യൂട്ടി തഹസീൽദാർ രഞ്ജിത്ത് അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന ജീപ്പിന് നേരെ ഷോളയാർ അമ്പലപ്പാറ പെൻസ്ട്രോക്കിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. ഒരു ജീപ്പിലും കാറിലുമായി 9 പേരടങ്ങുന്ന സംഘം മലക്കപ്പാറ കപ്പായം കോളനിയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പോയി തിരികെ വരുമ്പോഴായിരുന്നു കബാലി റോഡിലിറങ്ങി വാഹനങ്ങൾക്ക് നേരെ വന്നത്. ജീപ്പിന് കടന്നു പോരാമായിരുന്നെങ്കിലും കൂടെയുണ്ടായിരുന്ന കാറിലുള്ളവരെ കാത്തുനിന്നപ്പോഴാണ് ജീപ്പിന്റെ വശത്ത് വന്ന് ആന കുത്തിയത്. ശനിയാഴ്ച വൈകിട്ട് KSRTC ബസ് അടക്കമുള്ള വാഹനങ്ങൾ ആന തടഞ്ഞിരുന്നു. ഞായറാഴ്ച രാവിലെയും കബാലി വാഹനങ്ങൾ തടഞ്ഞു. രാവിലെ 8:30 മുതൽ ഏകദേശം അരമണിക്കൂർ സമയം വാഹനങ്ങൾ വഴിയിൽ ഇതുമൂലം കുടുങ്ങി. സ്ഥിരമായി വാഹനങ്ങൾ കബാലി വഴിയിൽ തടഞ്ഞിട്ടും വനപാലകരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഇല്ലെന്നും പരാതിയുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലെന്നറിയും തൃപ്പത്തരയും ഗജപൂജയും ആനയൂട്ടും നടന്നു. രാവിലെ ക്ഷേത്രമക പാടശേഖരത്തിൽ നിന്ന് താളമേളത്തിന്റെ അകമ്പടിയോടെ എത്തിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് നൽകി. തുടർന്ന് ക്ഷേത്രനടയിൽ നടന്ന ഗജപൂജയ്ക്ക് ശേഷം ആനയൂട്ട് നടന്നു. തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 5 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. ക്ഷേത്രം മേൽശാന്തി രഞ്ജിത്ത് കാശാങ്കോട്ട് മന ആദ്യ ഉരുള നൽകി. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളും ഭക്തരും ആനകൾക്ക് ഊട്ട് നൽകി. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തോട്ടിപ്പറമ്പിൽ, സുനിൽകുമാർ തെക്കൂട് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ആനയൂട്ടിൽ പങ്കെടുത്തു. മുത്തച്ഛൻ സമ്മാനിച്ച നാണയത്തുട്ടുകൾ വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി മാള സ്വദേശിയായ 3ാം ക്ലാസ്സുകാരി. മേനാച്ചേരി സിജോ ജോൾസ്ന ദമ്പതികളുടെ മകൾ ക്ലമൻസ് റൈസൽ സിജോയാണ് വയനാട്ടിലെ തന്റെ കൂട്ടുകാർക്ക് സഹായം നൽകി മാതൃകയായത്. കാനഡയിലാണ് ക്ലമൻസ് പഠിക്കുന്നത്. നാട്ടിലെത്തിയ ചിത്രകാരിയായ പേരക്കുട്ടിക്ക് ഡോക്ടർ UV ആനന്ദ് സൂക്ഷിച്ചു വെച്ചിരുന്ന നാണയത്തുട്ടുകൾ നൽകിയപ്പോൾ അത് വയനാട്ടിലെ കൂട്ടുകാർക്ക് നൽകാമെന്ന് പറയുകയായിരുന്നു. വിവരം വാർഡ് മെമ്പർ ബിനിലിനെ അറിയിച്ചു. തുടർന്ന് മുത്തശ്ശൻ സമ്മാനിച്ച നാണയത്തുട്ടുകൾ ക്ലമൻസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബുവിന് കൈമാറുകയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അംഗങ്ങളായ ജയ ബിജു, നബീസത്ത് ജലീൽ, വാർഡ് മെമ്പർ MU ബിനിൽ എന്നിവരും
പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. കുട്ടിയുടെ പിതാവ് സിജോ ജോർജ് മേനാച്ചേരി, മാതാവ് ജ്യോത്സന സിജോ, മുത്തച്ഛൻ ഡോക്ടർ UY ആനന്ദ്, ജോർജ് മേനാച്ചേരി, മുത്തശ്ശി റോസി ജോർജ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തുക കൈമാറിയത്. ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടിയാണ്. ഇവിടെ കാനഡയിലാണ് അവൾ പഠിക്കുന്നത്. 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ വെക്കേഷന് വന്നപ്പോൾ എല്ലാ വർഷവും വരുമ്പോൾ ആളുടെ ഗ്രാൻഡ് ഫാദർ നാണയത്തുട്ടുകൾ സ്വരൂപിച്ച് വെക്കും. ആ നാണയത്തുട്ടുകൾ സ്വരൂപിച്ച് വെക്കുമ്പോൾ ആ കുട്ടി വരുമ്പോൾ കൊടുക്കുമ്പോൾ അവൾ ഡ്രോയിങ് വരയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളും സാമഗ്രികളും വാങ്ങുന്നതിന് വേണ്ടിയാണ് അത് കാത്തിരിക്കാറ്. ഈ പ്രാവശ്യം വന്ന ന്യൂസുകൾ കണ്ടപ്പോൾ കൊച്ചുമകൾ പറഞ്ഞു, എനിക്ക് ആ പൈസ വേണ്ട, ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വാർഡിലെ വാർഡ് മെമ്പറായ ബിനിൽ എന്നെ വിളിച്ചു. ബിനു ചേച്ചി ഇങ്ങനൊരു ഇതുണ്ട് എന്നുള്ളു. തീർച്ചയായിട്ടും നമ്മൾ പഞ്ചായത്ത് സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കൈത്താങ്ങായിക്കൊണ്ട് മാള പഞ്ചായത്തിൻ്റെ സ്നേഹനിധിയായിട്ട് നമുക്കത് വാങ്ങിച്ചുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് തന്നെ ഇവിടേക്ക് എത്തിയത്. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നന്മകളും കുട്ടി ഭാവിയിലേക്ക് നല്ലൊരു മകളായി വളർത്തുകയെന്ന് ആശംസിച്ചുകൊണ്ട് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ 6 തീരദേശ മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന തനത് തീരദേശ പദ്ധതിയായ തീരസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി CCTV ശില്പശാലയും സാങ്കേതിക കമ്മിറ്റിയുടെ കൂടിയാലോചനയും നടന്നു. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലെ സാങ്കേതിക വിദഗ്ധൻ ദീപു S CCTV സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. മത്സ്യത്തൊഴിലാളികളും ജനപ്രതിനിധികളും CCTV വിദഗ്ധരും പങ്കെടുത്ത ശില്പശാല SN പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. K ഹഫ്സൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നമനട വെണ്ണൂരിൽ വാഹനാപകടം, 5 പേർക്ക് പരിക്ക്. വെണ്ണൂർപ്പാടം സ്റ്റോപ്പിന് സമീപം ഇന്ന് ഉച്ചയോടെയാണ് അപകടം നടന്നത്. അന്നമനട മാള റൂട്ടിലോടുന്ന ശ്രീപാർവതി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മലവെള്ളപ്പാച്ചിലിൽ പാലപ്പിള്ളി കാരിക്കുളം ബ്രിട്ടീഷ് പാലത്തിനടിയിൽ കുടുങ്ങിയ വൻ മരങ്ങൾ നീക്കം ചെയ്തു. മുത്തച്ഛൻ സമ്മാനിച്ച നാണയത്തുട്ടുകൾ വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി മാള സ്വദേശിയായ 3ാം ക്ലാസ്സുകാരി. മേനാച്ചേരി സിജോ ജ്യോത്സന ദമ്പതികളുടെ മകൾ ക്ലമൻസ് റൈസൽ സിജോയാണ് വയനാട്ടിലെ തന്റെ കൂട്ടുകാർക്ക് സഹായം നൽകി മാതൃകയായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.